സിനിമാ മേഖലയിലേക്ക് കൂടി കടക്കാം. അവിടെ തർക്കങ്ങൾ തീരുന്നില്ല. സിനിമാ സമരത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ ഉടൻ ഉണ്ടാകില്ല എന്ന പ്രതികരണം വരികയാണ്. അതും സുരേഷ് കുമാർ തന്നെയാണ് ആ പ്രതികരണം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംയുക്ത യോഗത്തിലെ തീരുമാനങ്ങളാണ് താൻ പറഞ്ഞത്. കളക്ഷൻ റെക്കോർഡ് കണക്കുകൾ പുറത്തുവിട്ടതാണ് പലരെയും പ്രകോപിപ്പിച്ചതെന്നും സുരേഷ് കുമാർ പറയുന്നു. റിയ ബേബി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫനൊക്കെ ഇടപെട്ടപ്പോൾ ഒരു പക്ഷേ ഒരു അനുനയ ശ്രമങ്ങൾ, മധ്യസ്ഥ ചർച്ചകളൊക്കെ നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതാ സുരേഷ് കുമാർ കൃത്യമായി പറയുന്നു, ആന്റണി പെരുമ്പാവൂരിനെ അടക്കം പ്രകോപിപ്പിച്ചത് ആ 100 കോടി ക്ലബ്ബുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും കണക്കുകളും ഒക്കെയാണെന്ന്. അപ്പോൾ ഇനി എന്ത്? ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ആന്റണി പെരുമ്പാവൂരിനെയും സുരേഷ് കുമാറിനെയും ഇരുത്തി ചർച്ച നടത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ സംഘടനയ്ക്കകത്തുള്ളൂ, ബാക്കിയെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമായിരുന്നു എന്നതാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഉടനെ ഒന്നും ഈ പ്രശ്നങ്ങൾ ഒരു ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നതാണ് ഈ വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തതിൽ സുരേഷ് കുമാർ ആവർത്തിച്ച് പറയുന്നത് ഒരു സംയുക്ത യോഗം നടക്കുന്നു. ആ സംയുക്ത യോഗത്തിൽ സമരപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടും കളക്ഷൻ റെക്കോർഡുകളുടെ കണക്കുകൾ പുറത്തുവിടുന്നതിലും ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ താൻ കൃത്യമായി പറയുന്നു. അങ്ങനെ താൻ സംഘടനയുടെ ഭാഗമായി നിലപാട് വ്യക്തമാക്കുമ്പോൾ അതിനെ സംഘടനയ്ക്കകത്തുള്ള ഒരാൾ അത് തെറ്റാണെന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക എന്നത് തീർത്തും ശരിയല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാനാകുന്ന ഒരു കാര്യമേ അല്ല. മാത്രമല്ല ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നും സുരേഷ് കുമാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം, കളക്ഷൻ റെക്കോർഡുകൾ താൻ പുറത്തുവിട്ടിരുന്നു. അത് സംഘടനയുമായി ബന്ധപ്പെട്ടെടുത്തൊരു തീരുമാനമാണ്. ആ കണക്കുകൾ പുറത്തുവിട്ടതാണ് പലരെയും ചൊടിപ്പിച്ചത്. അതിന്റെ പ്രകോപനപരമായാണ് ഈ ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റുകൾ ചില ആളുകൾ ഷെയർ ചെയ്തത്. അത് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം തനിക്കെതിരെ ഉണ്ടാകുന്നതിന് കാരണമായി. തന്റെ കുടുംബത്തെ അടക്കം ചില അസോസിയേഷനുകൾ, ചില ഫാൻസുകൾ, ചില ഗ്രൂപ്പുകൾ ടാർഗറ്റ് ചെയ്ത് സൈബർ അറ്റാക്ക് നടത്തിയെന്നതാണ് സുരേഷ് കുമാർ എടുത്തു പറയുന്നത്. മാത്രമല്ല ഇന്ന് സുരേഷ് കുമാർ അധിക്ഷേപവും ഒക്കെ ഉയരുന്നത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടും പിന്നീട് പറഞ്ഞുള്ള ഈ ആരാധന വൃന്ദങ്ങളുടെ ഇടയിൽ നിന്നാണോ? അങ്ങനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നല്ല രീതിയിലൊരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ലിസ്റ്റിൻ സ്റ്റീഫൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന അല്ലെങ്കിൽ ഒരു അനുനയ സ്വരം അല്ല നിലനിൽക്കുന്നത് എന്നാണോ പ്രധാനപ്പെട്ട നിർമ്മാതാവ് കൂടിയായ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ സുരേഷ് കുമാർ പറയുന്നത്? അതെ, സുരേഷ് കുമാർ പറഞ്ഞു വെക്കുന്നത് അതുതന്നെയാണ്. കാരണം ഒരു ചർച്ചയിലേക്ക് പോകണമെങ്കിൽ രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും ഒരു ഏക അഭിപ്രായത്തിലേക്ക് എത്തുകയും ചില കാര്യങ്ങളിൽ ഒരു ഏകസ്വരം ഉണ്ടാവുകയും വേണം. ഇവിടെ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സുരേഷ് കുമാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തത്. മാത്രമല്ല ആന്റണി പെരുമ്പാവൂരിനാകട്ടെ എമ്പുരാനുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ ചില പ്രസ്താവനകൾ നടത്തിയതിൽ കടുത്ത അമർഷം ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള ഒരു ചർച്ചയുടെ രീതിയിലേക്ക് കാര്യങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല. ഇത് നടക്കാനുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗമാണ്. അത് കുറച്ചധികം നാളുകൾക്ക് ശേഷമേ അങ്ങനെ ഒരു യോഗത്തിലേക്ക് എത്തുകയുള്ളൂ. ഫിലിം ചേംബറിന്റെ ഒരു യോഗം 24-ാം തീയതി ചേരാനുണ്ട്. ഫിലിം ചേംബർ ആകട്ടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ഇപ്പോഴും വ്യക്തമല്ലാത്ത കാര്യം. പക്ഷേ സുരേഷ് കുമാർ ആവർത്തിച്ച് പറയുന്നത് സംഘടന എടുത്ത തീരുമാനങ്ങൾ, കൂട്ടായി എടുത്ത തീരുമാനം, അത് താൻ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തു പറയുന്നു. അതിനെതിരെ ഈ സംഘടനയ്ക്കകത്തെ ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിനെ മോഹൻലാൽ, പൃഥ്വിരാജ്, ടൊവിനോ അടക്കമുള്ള ഒരു കൂട്ടം താരങ്ങൾ ഷെയർ ചെയ്യുന്നു. അത് ഒരു സൈബർ ആക്രമണം എന്ന രീതിയിൽ തനിക്ക് നേരിടേണ്ടി വരുന്നു. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിലാണ് ഇപ്പോഴും സിനിമാ മേഖലയിലെ ഭിന്നത. ആ രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ സുരേഷ് കുമാർ നിർമ്മാതാവിന്റെ ഭാഗത്ത് നിന്നും കേൾക്കുന്നത്.